സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ തന്നെ ലോക ക്രിക്കറ്റിലെ ക്രിമിനലി അണ്ടർ റേറ്റഡ് ഓൾറൗണ്ടറാണ് നമ്മുടെ സനത് ജയസൂര്യ. സച്ചിൻ ടെണ്ടുൽക്കറും കിടിലൻ ഓൾറൗണ്ടർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ബോളിംഗ് സ്കില്ലിനെ കുറിച്ച് അധികം ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ജയസൂര്യയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ജയസൂര്യ വളരെ നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരുന്ന താരമാണ്. പക്ഷേ സച്ചിന്റെ ഓൾറൗണ്ടർ എബിലിറ്റി പ്രശംസിപ്പിക്കപ്പെടുന്ന പോലെ പോലും ജയസൂര്യയുടെ ഓൾറൗണ്ടർ എബിലിറ്റി പ്രശംസിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ പോട്ടെ. ഇനി ജയസൂര്യ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗൗതം ഗംഭീറിന്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായിട്ടുള്ള ആദ്യത്തെ ഡ്യൂട്ടി ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പരയാണ്. ആ പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് സനത് ജയസൂര്യ അധികാരത്തിലേക്കും എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. ശ്രീലങ്കൻ ക്രിക്കറ്റിനെ ആ ഒരു വസന്തത്തിന്റെ ഇടിമുഴക്കത്തിന്റെ കാലഘട്ടങ്ങളിലേക്ക് വീണ്ടും കൈപിടിച്ച് നടത്താൻ സനത് ജയസൂര്യയെ കൊണ്ട് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പണ്ട് ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ വെടിക്കെട്ട് ഓപ്പണിങ്ങിന്റെ ആ ഒരു ഫേസ് ജയസൂര്യ ആയിരുന്നു. അരവിന്ദ ഡിസിൽവയും ജയസൂര്യ ആണെന്നാണ് എൻ്റെ തോന്നൽ. ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ അത് രണതുങ്കേ ആരാധിക്കോട്ടെ, അത് പോട്ടെ, ഏതവനായാലും കുഴപ്പമില്ലല്ലോ. ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ബാറ്റിങ്ങിൽ വിസ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് കാഴ്ചവെച്ച് പുതിയ ഡയമെൻഷൻസ് വേൾഡ് ക്രിക്കറ്റിന് തുറന്നു കൊടുത്ത സനത് ജയസൂര്യ വീണ്ടും ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായിട്ട് വരുമ്പം വീണ്ടും ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ ഫേസ് ആയിട്ട് വരുമ്പം എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആ ഭൂതകാല പ്രതാപം ലങ്കൻ വീരന്മാർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.